പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും പത്രിക പിൻവലിക്കലും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ത്രിതലം ലളിതത്തിന്റെ ഈ 3-ാം അധ്യായത്തിൽ നമുക്ക് പരിശോധിക്കാം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അഥവാ സ്ക്രൂട്ടിനി എന്നുള്ളത് അർദ്ധ ജുഡീഷ്യൽ സ്വഭാവത്തോടു കൂടി നടപ്പിലാക്കേണ്ട ഒന്നതാണ്. ഇത് എപ്പോൾ എവിടെ വെച്ച് വേണം എന്നുള്ളത് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുന്ന ഇലക്ഷൻ ഷെഡ്യൂളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതുകൂടാതെ റിട്ടേണിംഗ് ഓഫീസർ പുറത്തിറക്കുന്ന ഇലക്ഷൻ നോട്ടീസിലും ഫോം 1-ലുള്ള ഇലക്ഷൻ നോട്ടീസിലും അതുപോലെ തന്നെ ഫോം 3-ലുള്ള ലിസ്റ്റ് ഓഫ് നോമിനേറ്റഡ് കാൻഡിഡേറ്റ്സ് എന്നിവയിലും ഈ തീയതിയും സ്ഥലവും സമയവും വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. റിട്ടേണിംഗ് ഓഫീസർക്ക് ലഭിച്ച എല്ലാ നാമനിർദ്ദേശ പത്രികകളും സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഒരു സ്ഥാനാർത്ഥി ഒന്നിലധികം നോമിനേഷൻ പേപ്പറുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അവ ഓരോന്നും പ്രത്യേകമായി എടുത്ത് സ്ക്രൂട്ടിനി ചെയ്യേണ്ടതുണ്ട്. ഇലക്ഷൻ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതി സമയത്ത് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ റിട്ടേണിംഗ് ഓഫീസർ സൂക്ഷ്മ പരിശോധന നടത്തണമെന്ന് നിയമം അനുശാസിക്കുന്നു. ഭയമോ സ്വജനപക്ഷപാതമോ വരണാധികാരിയുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ വരണാധികാരിയുടെ തീരുമാനം അന്തിമമാണ്. അത് റിവ്യൂ ചെയ്യുവാൻ മറ്റൊരു അതോറിറ്റിക്കും അവകാശമില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു കോടതിയിൽ നൽകുന്ന തിരഞ്ഞെടുപ്പ് പെറ്റീഷനിലൂടെ മാത്രമേ ഒരു പൗരന് ഇക്കാര്യത്തിൽ വരണാധികാരിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. വരണാധികാരി നേരിട്ട് തന്നെയാണ് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടത്. എന്നാൽ ചില ഒഴിച്ചുകൂടാനാവാത്ത സന്ദർഭങ്ങളിൽ ഇക്കാര്യം ഉപവരണാധികാരിക്ക് ചെയ്യുവാനാകും. അങ്ങനെ വരുന്ന പക്ഷം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് അതിനുള്ള അനുവാദം നേടിയിരിക്കേണ്ടതുണ്ട്. സൂക്ഷ്മ പരിശോധനാ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലുമോ ഒരു എതിർപ്പ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് സംബന്ധിച്ച് വരണാധികാരി അന്വേഷണം നടത്തി തീരുമാനത്തിലെത്തേണ്ടതുണ്ട്. എതിർപ്പ് നിരാകരിക്കപ്പെടുകയാണെങ്കിൽ വ്യക്തമായ കാരണങ്ങൾ രേഖപ്പെടുത്തുവാൻ വരണാധികാരി പ്രത്യേകം ശ്രദ്ധിക്കണം. സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഒരു നാമനിർദ്ദേശ പത്രിക വരണാധികാരി നിരാകരിക്കുകയാണെങ്കിൽ, തള്ളുകയാണെങ്കിൽ അതിൻ്റെ വ്യക്തമായ കാരണം ഫോം 2-ൽ രേഖപ്പെടുത്തി വരണാധികാരി ഒപ്പുവെക്കേണ്ടതുണ്ട്. ഒരു നോമിനേഷൻ സ്വീകരിക്കുകയാണെങ്കിൽ അക്സെപ്റ്റഡ് എന്ന് എഴുതി വരണാധികാരി ഒപ്പുവെച്ചാൽ മതിയാകും. സൂക്ഷ്മ പരിശോധനയിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്ന് നമുക്ക് നോക്കാം. 1, സ്ഥാനാർത്ഥിക്ക് പങ്കെടുക്കാം. സ്ഥാനാർത്ഥിയുടെ പ്രപ്പോസർ നാമനിർദ്ദേശകന് പങ്കെടുക്കാം. സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റിന് പങ്കെടുക്കാം. ഇതിനു പുറമെ സ്ഥാനാർത്ഥി ഓതറൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾക്കും പങ്കെടുക്കാം. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി 4 പേർക്ക് സ്ക്രൂട്ടിനി സമയത്ത് പങ്കെടുക്കാവുന്നതാണ്. ഇതുകൂടാതെ റിട്ടേണിംഗ് ഓഫീസറും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്ക്രൂട്ടിനി ഹാളിൽ ഉണ്ടാകാം. സൂക്ഷ്മ പരിശോധനാ സമയത്ത് വരണാധികാരി പാലിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു സ്ഥാനാർത്ഥി ഒന്നിലധികം നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ടെങ്കിൽ അയാളുടെ എല്ലാ നാമനിർദ്ദേശ പത്രികകളും ഒന്നിച്ചെടുത്ത് സൂക്ഷ്മ പരിശോധന നടത്തണം. സൂക്ഷ്മ പരിശോധനാ വേളയിൽ ആദ്യത്തെ നാമനിർദ്ദേശ പത്രിക തന്നെ അംഗീകരിച്ചാൽ പോലും മറ്റുള്ള നാമനിർദ്ദേശ പത്രികകൾ പരിശോധിക്കേണ്ടതും അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കേണ്ടതുമാണ്. മറ്റ് സ്ഥാനാർത്ഥികൾക്കും അവരുടെ കൂടെയുള്ള വ്യക്തികൾക്കും ആവശ്യമെങ്കിൽ നാമനിർദ്ദേശ പത്രിക കാണിച്ചു കൊടുക്കുവാൻ വരണാധികാരി ബാധ്യസ്ഥനാണ്.
എന്തെങ്കിലും തർക്കങ്ങൾ നിലവിലുണ്ടെങ്കിൽ തർക്കങ്ങൾ വരുന്ന വേളകളിൽ അന്വേഷണം നടത്തി ശരിയായ തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ ആരെങ്കിലും സമയം ആവശ്യപ്പെടുകയാണെങ്കിൽ അടുത്ത ദിവസം 11 മണി വരെയേ നൽകുവാനാവൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ തീരുമാനങ്ങളും കാരണങ്ങളും സ്ക്രൂട്ടിനി സമയത്ത് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും കാരണങ്ങളും രേഖപ്പെടുത്തി വെക്കുവാൻ വരണാധികാരി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നോമിനേഷൻ തള്ളുന്നതിന് മതിയായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സ്ഥാനാർത്ഥി യോഗ്യനല്ല എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ അനുസരിച്ച് യോഗ്യതയും അയോഗ്യതയും പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. ഇവ പരിശോധിച്ച് യോഗ്യനാണെങ്കിൽ മാത്രമേ നോമിനേഷൻ സ്വീകരിക്കേണ്ടതുള്ളൂ. യോഗ്യനല്ലെങ്കിൽ പ്രസ്തുത കാരണം പറഞ്ഞ് തള്ളാവുന്നതാണ്. ഒരു സ്ഥാനാർത്ഥിയോ നാമനിർദ്ദേശകനോ അല്ല വരണാധികാരിക്ക് മുന്നിലോ ഉപവരണാധികാരിക്ക് മുന്നിലോ പ്രസ്തുത നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളതെങ്കിൽ അത് തള്ളുന്നതാണ്. നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് നോട്ടീസിൽ പറയുന്ന സ്ഥലത്തു മാത്രമേ നൽകാൻ പാടുള്ളൂ. ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും വെച്ച് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ടെങ്കിൽ പ്രസ്തുത നാമനിർദ്ദേശ പത്രിക തള്ളേണ്ടതുണ്ട്. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തി ആ മണ്ഡലത്തിലെയോ വാർഡിലെയോ വോട്ടർ ആകണമെന്ന് നിഷ്കർഷയുണ്ട്. എന്നാൽ അങ്ങനെയല്ലാത്ത ഒരു നാമനിർദ്ദേശ പത്രിക ലഭിക്കുകയാണെങ്കിൽ ഭരണാധികാരിക്ക് അത് തള്ളാവുന്നതാണ്. മതിയായ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കാതെ നോമിനേഷൻ സമർപ്പിച്ചാൽ ആ നോമിനേഷൻ സ്വീകരിക്കേണ്ടതില്ല. ഒരു വാർഡിലോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലോ മാത്രമേ ഒരു സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ നൽകാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഒന്നിലധികം വാർഡുകളിൽ സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ എല്ലാ വാർഡിലേക്കുമുള്ള നാമനിർദ്ദേശ പത്രിക തള്ളേണ്ടതാണ്. ഒരു സംവരണ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നയാൾ അതിന് യോഗ്യനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. അത് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ, നിശ്ചിത സമയത്തിനുള്ളിൽ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ ആ നാമനിർദ്ദേശ പത്രിക തള്ളാവുന്നതാണ്. സ്ഥാനാർത്ഥി ആകണമെങ്കിൽ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. ഇത് വരണാധികാരിക്ക് മുമ്പിലോ ഉപവരണാധികാരിക്ക് മുമ്പിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പിലോ എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രതിജ്ഞ എടുത്ത് അത് രേഖപ്പെടുത്തി ഒപ്പുവെച്ച് ഭരണാധികാരിക്ക് നൽകിയിട്ടില്ലെങ്കിൽ പ്രസ്തുത നാമനിർദ്ദേശ പത്രിക തള്ളാവുന്നതാണ്. നോമിനേഷൻ പേപ്പറിൽ ഫോം 2 വയസ്സ് രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ നോമിനേഷൻ പേപ്പറിൽ രേഖപ്പെടുത്തിയ വയസ്സും ഇലക്ടറൽ റോളിലുള്ള വയസ്സും വ്യത്യസ്തമാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വയസ്സ് രേഖപ്പെടുത്തിയിരിക്കണം. അങ്ങനെ വയസ്സ് രേഖപ്പെടുത്താത്ത നോമിനേഷൻ പേപ്പറുകൾ തള്ളാവുന്നതാണ്. 11 മണിക്കും 3 മണിക്കും ഇടയിലാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ടത്. ഒരാൾ 11 മണിക്ക് മുമ്പോ 3 മണിക്ക് ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെങ്കിൽ പ്രസ്തുത നാമനിർദ്ദേശ പത്രികകൾ ഭരണാധികാരിക്ക് തള്ളാവുന്നതാണ്. അതുപോലെ നാമനിർദ്ദേശ പത്രികകളിൽ സ്ഥാനാർത്ഥിയോ നാമനിർദ്ദേശകനോ ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ അത് തള്ളാവുന്നതാണ്. നോമിനേഷൻ പേപ്പറുകൾ ഫോം 2 ആയിരിക്കണം നൽകേണ്ടത്. അതിന്റെ ഫോർമാറ്റ് അല്ലാതെ മറ്റൊരു ഫോർമാറ്റിലുള്ള നോമിനേഷൻ നൽകിയാൽ പ്രസ്തുത നോമിനേഷൻ വരണാധികാരിക്ക് തള്ളാവുന്നതാണ്. മറ്റൊരു മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇലക്ടറൽ റോളിന്റെ പകർപ്പ് നോമിനേഷൻ പേപ്പറിനോടൊപ്പം നൽകേണ്ടതുണ്ട്. ഇത് നൽകിയിട്ടില്ലെങ്കിൽ വരണാധികാരി ഫോം N1 സ്ക്രൂട്ടിനിക്ക് മുമ്പ് അത് നൽകണം എന്ന് പറഞ്ഞ് നോട്ടീസ് നൽകേണ്ടതുണ്ട്. അങ്ങനെ നോട്ടീസ് നൽകിയിട്ടും അത് നൽകിയിട്ടില്ല എങ്കിൽ പ്രസ്തുത നോമിനേഷൻ തള്ളാവുന്നതാണ്. ഒരാൾ തന്ന എല്ലാ നോമിനേഷനുകളും, ഒന്നിൽ കൂടുതൽ നോമിനേഷൻ അദ്ദേഹം തരുകയും അവ എല്ലാം തന്നെ തള്ളുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്തരവ് ഉടൻ രേഖപ്പെടുത്തി അതിന്റെ കോപ്പി സ്ഥാനാർത്ഥിക്ക് നൽകേണ്ടതുണ്ട്. സാധാരണ നിലയിൽ സൂക്ഷ്മ പരിശോധന മാറ്റിവെക്കുവാൻ അനുവാദമില്ല.
എന്നാൽ പ്രകൃതി ദുരന്തം മൂലമോ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ മൂലമോ മാറ്റിവെക്കേണ്ട പ്രത്യേക സാഹചര്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി മാത്രമേ മാറ്റിവെക്കാനാവുകയുള്ളൂ. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വരണാധികാരി സാധുതയുള്ള നോമിനേഷൻ നൽകിയ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. ലിസ്റ്റ് ഓഫ് വാലിഡ് നോമിനേറ്റഡ് കാൻഡിഡേറ്റ്സ്. ഇത് ഫോറം 4 പറയുന്ന രീതിയിലാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. ഇത് വരണാധികാരിയുടെ ഓഫീസ് നോട്ടീസ് ബോർഡിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന്റെ നോട്ടീസ് ബോർഡിലുമാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. ഫോം 4 നിയമസാധുതയോടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പൂരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുകൾ ഭാഗത്ത് ഏത് തദ്ദേശ സ്ഥാപനത്തിൻ്റെതാണെന്നും തൊട്ടു താഴെ ഏത് നിയോജക മണ്ഡലത്തിലേക്കാണ് മത്സരിക്കേണ്ടതെന്നും രേഖപ്പെടുത്തണം. തുടർന്ന് ക്രമനമ്പർ, സ്ഥാനാർത്ഥിയുടെ പേര്, മേൽവിലാസം എന്ന രൂപത്തിൽ അത് പൂരിപ്പിച്ച് പ്രസിദ്ധീകരിക്കേണ്ടതാണ്. പ്രസ്തുത ഫോറത്തിന്റെ താഴ്ഭാഗത്ത് ഏതു തീയതിയിൽ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് പോളിംഗ് നടക്കുന്നത് എന്ന് രേഖപ്പെടുത്തി വരണാധികാരി ഒപ്പുവെക്കേണ്ടതുണ്ട്. ഇത് വരണാധികാരിയുടെ ഓഫീസിലും തദ്ദേശ സ്ഥാപനത്തിന്റെ ഓഫീസിലുമാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. സൂക്ഷ്മ പരിശോധന പൂർത്തീകരിച്ച് ഫോം 4 പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിൽ പിൻവലിക്കുവാനുള്ള കത്ത് നൽകാവുന്നതാണ്. ഈ പിൻവലിക്കാനുള്ള കത്ത് ഫോം 5 നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്നു. ഈ ഫോം 5 3 ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യ ഭാഗം സ്ഥാനാർത്ഥി പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. രണ്ടാമത്തെ ഭാഗം റിട്ടേണിംഗ് ഓഫീസർ അഥവാ വരണാധികാരി പൂരിപ്പിക്കേണ്ടതാണ്. മൂന്നാം ഭാഗം റിട്ടേണിംഗ് ഓഫീസർ ഈ പിൻവലിക്കൽ രേഖ ഫോം 5 ലഭിച്ചു എന്നതിന് നൽകുന്ന രശീതി ആണ്. ഈ 3 ഭാഗങ്ങളും കൂടി ചേർന്നതാണ് ഫോം 5 എന്ന് മനസ്സിലാക്കണം. ഫോം 5 ഒന്നാം ഭാഗം പൂരിപ്പിക്കേണ്ടത് സ്ഥാനാർത്ഥിയാണ്. പ്രസ്തുത ഭാഗമാണ് സ്ക്രീനിൽ കാണുന്നത്. അതിൽ ഏത് തദ്ദേശ സ്ഥാപനത്തിലേക്കാണ്, ഏത് മണ്ഡലം അല്ലെങ്കിൽ വാർഡിലേക്കാണ് മത്സരിക്കുന്നതെന്ന് കാണിച്ചിരിക്കണം. വരണാധികാരിയുടെ പേരിന് താഴെ ഏത് തദ്ദേശ സ്ഥാപനത്തിന്റെ വരണാധികാരിയാണ് എന്ന് കാണിച്ചിരിക്കണം. അതിനുശേഷം സ്ഥാനാർത്ഥിയുടെ പേരും വിലാസവും രേഖപ്പെടുത്തി സ്ഥലവും തീയതിയും രേഖപ്പെടുത്തി ഒപ്പുവെച്ചാണ് വരണാധികാരിക്ക് നൽകേണ്ടത്. വരണാധികാരി പൂരിപ്പിക്കേണ്ട ഫോം 5 രണ്ടാം ഭാഗത്തിൽ ഏത് ദിവസം എത്ര മണിക്കാണ് ഈ അപേക്ഷ ലഭിച്ചതെന്നും സ്ഥാനാർത്ഥിയുടെ പേരെന്താണെന്നും രേഖപ്പെടുത്തി സ്ഥലവും സമയവും രേഖപ്പെടുത്തി വരണാധികാരി ഒപ്പുവെക്കേണ്ടതാണ്. ഫോം 5 മൂന്നാം ഭാഗം വരണാധികാരി സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ പിൻവലിക്കൽ പത്രിക സമർപ്പിച്ച വ്യക്തിക്കോ നൽകുന്ന രശീതിയാണ്. അത് പൂരിപ്പിച്ച് വരണാധികാരി ഒപ്പിട്ട് പിൻവലിക്കൽ പത്രിക സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ നൽകണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ഥാനാർത്ഥിക്കോ നാമനിർദ്ദേശകനോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റിനോ മാത്രമേ പത്രിക പിൻവലിക്കുവാൻ അനുവാദമുള്ളൂ. സ്ഥാനാർത്ഥിയല്ല വരണാധികാരിക്ക് ഫോം 5 നൽകുന്നതെങ്കിൽ ഒരു ഓതറൈസേഷൻ ലെറ്ററോട് കൂടി മാത്രമേ നാമനിർദ്ദേശകനോ ഏജന്റിനോ ഫോം 5 വരണാധികാരിക്ക് സമർപ്പിക്കുവാൻ കഴിയൂ. ഇലക്ഷൻ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതി വൈകിട്ട് 3 മണി വരെ മാത്രമേ പത്രിക പിൻവലിക്കുന്നതിന് കഴിയൂ. ഫോം 5 അപേക്ഷ ലഭിച്ചാൽ വരണാധികാരി രശീതി നൽകേണ്ടതുണ്ട്. ഒരു സ്ഥാനാർത്ഥിയുടെ പിൻവലിക്കലിനുള്ള അപേക്ഷ ലഭിച്ചാൽ അദ്ദേഹം നൽകിയ എല്ലാ നോമിനേഷനുകളെയും അത് ബാധിക്കും. വിഡ്രോവൽ ക്യാൻസൽ ചെയ്യുന്നതിനോ റിവോക്കേഷൻ നടത്തുന്നതിനോ നിയമം അനുവദിക്കുന്നില്ല. ഈ തന്ന
ഫോം 5 അപേക്ഷകളുടെ ഒരു പകർപ്പ് റിട്ടേണിംഗ് ഓഫീസറുടെ നോട്ടീസ് ബോർഡിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന്റെ നോട്ടീസ് ബോർഡിലും പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. പത്രിക പിൻവലിക്കലിനുള്ള സമയം കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾക്ക് വരണാധികാരി ചിഹ്നം അനുവദിക്കേണ്ടതുണ്ട്. ഇത് അനുവദിക്കേണ്ടത് ലോക്കൽ അതോറിറ്റീസ് ഇലക്ഷൻ സിംബിൾസ് റിസർവേഷൻ അലോട്ട്മെന്റ് ഓർഡർ 2017 ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രകാരമാണ്. പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി ചിഹ്നങ്ങളും അല്ലാത്തവർക്ക് സ്വതന്ത്രർക്ക് നൽകാവുന്ന ചിഹ്നങ്ങൾ ടേബിൾ 4-ൽ പറഞ്ഞിരുന്ന ചിഹ്നങ്ങൾ ആണ് നൽകേണ്ടത്. പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം കഴിഞ്ഞാൽ വരണാധികാരി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ഫോം 6-ൽ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. ഇത് വരണാധികാരിയുടെ ഓഫീസ് നോട്ടീസ് ബോർഡിലും തദ്ദേശ സ്ഥാപനത്തിന്റെ നോട്ടീസ് ബോർഡിലുമാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. ഫോം 6 മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് എങ്ങനെയാണ് പൂരിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന്റെ മുകൾ ഭാഗത്ത് തദ്ദേശ സ്ഥാപനത്തിന്റെ നമ്പറും പേരും, അതോടൊപ്പം മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിന്റെ വാർഡിന്റെ പേരും നമ്പറും രേഖപ്പെടുത്താം. തുടർന്ന് ക്രമനമ്പർ, സ്ഥാനാർത്ഥിയുടെ പേര്, സ്ഥാനാർത്ഥിയുടെ വിലാസം, അനുവദിച്ച ചിഹ്നം എന്നിവ രേഖപ്പെടുത്തേണ്ടതുണ്ട്. താഴ്ഭാഗത്തായി സ്ഥലവും തീയതിയും രേഖപ്പെടുത്തി വരണാധികാരി ഒപ്പുവെക്കേണ്ടതുണ്ട്. ഫോം 6-ലെ പേരുകളെല്ലാം തന്നെ മലയാളം അക്ഷരമാല ക്രമത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വരണാധികാരി 3 കാര്യങ്ങൾ സ്ഥാനാർത്ഥികളെ അറിയിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായി തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രിന്റ് ചെയ്യുന്ന നോട്ടീസുകളുടെയും മറ്റ് സാമഗ്രികളുടെയും എന്തെല്ലാം നിയമങ്ങൾ അനുസരിച്ചാണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച പ്രിന്റ് ചെയ്ത നിർദ്ദേശങ്ങളാണ്. രണ്ടാമതായി തിരഞ്ഞെടുപ്പിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് അഴിമതികളെക്കുറിച്ചുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ നോട്ടീസാണ്. മൂന്നാമതായി തിരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ ഏജന്റുമാരെ നിയമിക്കുന്നതിനുള്ള ഫോം 8, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ഏജന്റുമാരെ പിൻവലിക്കാനുള്ള ഫോം 9-ന്റെയും ആവശ്യമായ കോപ്പികൾ നൽകുക എന്നുള്ളതാണ്. ത്രിതലം ലളിതത്തിന്റെ 3-ാം അധ്യായത്തിൽ സൂക്ഷ്മ പരിശോധനാ സമയത്തും പത്രിക പിൻവലിക്കലുമായി ബന്ധപ്പെട്ടും വരണാധികാരികൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഏവർക്കും അത് വ്യക്തമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിനു വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു.